നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഞങ്ങളെ പ്രകോപിപ്പിക്കരുത്. പ്രകോപിപ്പിച്ചാൽ തിരിച്ചടി താങ്ങാൻ IRGCക്ക് കഴിഞ്ഞെന്ന് വരില്ല. നയതന്ത്രപരമായി സംസാരിക്കാൻ മാത്രമല്ല, ശക്തമായ രീതിയിൽ പ്രതികരിക്കാനും തിരിച്ചടിക്കാനും ഞങ്ങൾക്കറിയാം. ഇറാനെതിരെയും IRGCക്കെതിരെയും ശക്തമായി പ്രതികരിച്ച് രംഗത്തേക്ക് വന്നിരിക്കുകയാണ് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ഹോർമുസിൽ നടന്ന ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ട വിഷയത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു ജയശങ്കർ. ഇതിനു മുൻപും ശക്തമായ മറുപടി ഇറാന് ജയശങ്കർ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യക്കാർക്ക് നേരെയും, അതായത് കപ്പലുകളിലുള്ള ഇന്ത്യൻ ജീവനക്കാർക്ക് നേരെയും ഇന്ത്യൻ നാവികർക്ക് നേരെയും ഒരു തരി മണ്ണ് നുള്ളിയിട്ടാൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല എന്നായിരുന്നു ജയശങ്കർ ഇറാന് മറുപടി കൊടുത്തത്. അന്ന് ഇറാൻ ശക്തമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെടുകയും ഇനി ഒരു തരത്തിലും ഇന്ത്യൻ കപ്പലുകൾ ആക്രമിക്കപ്പെടുകയില്ല എന്ന് മുന്നറിയിപ്പും ഉറപ്പും നൽകിയിരുന്നതാണ്. എന്നാൽ IRGC നിരന്തരം ഹോർമുസിൽ ആക്രമണം അഴിച്ചുവിടുമ്പോൾ ഇന്ത്യൻ കപ്പലുകളും ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. IRGCക്ക് നേരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചുകൊണ്ടായിരുന്നു ജയശങ്കർ രംഗത്ത് വന്നത്. ഹോർമുസിൽ UAE ടാങ്കറുകളിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇറാനെ അതൃപ്തി അറിയിച്ചിരിക്കുകയാണ് ഇന്ത്യ. ഇറാൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചു വരുത്തിയാണ് വിദേശകാര്യ മന്ത്രാലയം അതൃപ്തി അറിയിച്ചത്. ദില്ലിയിലെ ഇറാൻ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ മുഹമ്മദ് ജവാദ് ഹൊസൈനിയെ നേരിട്ട് വിളിച്ചു വരുത്തിയാണ് രാജ്യത്തിന്റെ ആശങ്ക അറിയിച്ചത്. ടെഹ്റാനെ ലക്ഷ്യമിട്ട് അമേരിക്ക നടത്തിയ പുതിയ ആക്രമണങ്ങൾക്ക് പിന്നാലെയായിരുന്നു UAEക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയത്. UAEയുടെ 2 എണ്ണക്കപ്പലുകൾക്ക് നേരെയാണ് ഇറാൻ ക്രൂയിസ് മിസൈലുകൾ ആക്രമണം നടത്തിയത്. മൊംബാസ, അൽബഹിയ എന്നീ UAE ദേശീയ ടാങ്കറുകൾ ഒമാന്റെ സമുദ്ര അതിർത്തിക്കുള്ളിൽ ഹോർമുസ് കടലിടുക്കിന്റെ തെക്കൻ കപ്പൽ പാതയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഇറാൻ ക്രൂയിസ് മിസൈലുകൾ പതിച്ചത്. മേഖലയിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും ഇന്ത്യൻ നാവികരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇറാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചു വരുത്തി മറുപടി കൊടുത്തത് മാത്രമല്ല, ഇപ്പോൾ ഇറാൻ ഭരണകൂടവുമായി ശക്തമായ രീതിയിൽ സംസാരിച്ചിരിക്കുകയാണ് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ഇറാനും അമേരിക്കയും യുദ്ധം തുടങ്ങിയത് മുതൽ, ഹോർമുസ് അടച്ചത് മുതൽ തന്നെ ശക്തമായ രീതിയിൽ ഇടപെടുന്നുണ്ട് ജയശങ്കർ. കപ്പലുകളിൽ അകപ്പെട്ട് കിടക്കുന്ന ഇന്ത്യൻ നാവികരെയും ജീവനക്കാരെയും തിരികെ എത്തിക്കാനുള്ള എല്ലാ ശ്രമവും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുകയുമാണ്. അതിനിടയിലാണ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ ഇനി ഒരു ഇന്ത്യൻ നാവികന് നേരെ അല്ലെങ്കിൽ ഇന്ത്യൻ ജീവനക്കാരന് നേരെ ഇത്തരത്തിലുള്ള ആക്രമണമോ അപായമോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഈ രീതിയിലായിരിക്കില്ല പ്രതികരിക്കുക എന്ന് ജയശങ്കർ മറുപടി കൊടുത്തിരിക്കുന്നത്. ഇറാന്റെ ആക്രമണത്തിൽ കപ്പലിലുണ്ടായിരുന്ന ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെടുകയും 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായിട്ട് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒമാൻ പ്രാദേശിക സമുദ്രാതിർത്തിയിലെ കടലിടുക്കിന്റെ തെക്കൻ പാതയിലൂടെ സഞ്ചരിക്കുമ്പോഴായിരുന്നു കപ്പലുകൾ ലക്ഷ്യമിട്ട് മിസൈലുകൾ പതിച്ചത്. ഇതിൽ മൊംബാസ എന്ന കപ്പലിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ഇന്ത്യൻ പൗരനാണ് ജീവൻ നഷ്ടമായത്. പരിക്കേറ്റ 8 പേരിൽ 4 പേരുടെ നില അതീവ ഗുരുതരമാണ്. പരിക്കേറ്റവരിൽ 6 പേർ ഇന്ത്യൻ പൗരന്മാരും ബാക്കി 2 പേർ യുക്രൈൻ സ്വദേശികളാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഹോർമുസിൽ വീണ്ടും വലിയ ഒരു യുദ്ധ ഭീതിയാണ് ഉയർന്നിരിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധം അത് കടലിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ വലിയ പ്രതിസന്ധി ഉയർത്തിക്കൊണ്ട് ഹൂതി വിമതർ രംഗത്തേക്ക് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇറാനെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഹൂതികൾ ചെങ്കടലിലേക്കും അതുപോലെ തന്നെ ഹോർമുസിലേക്കും ഇറങ്ങിയിരിക്കുന്നത്. ഇവർ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കപ്പലുകൾ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്താനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. എന്നാൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിശക്തമായി തിരിച്ചടിക്കുമെന്നും ഹൂതികളുടെ കോട്ടകളിലേക്ക് അമേരിക്കൻ മിസൈലുകൾ പതിക്കുമെന്നും ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് മറുപടി കൊടുത്തിട്ടുണ്ട്. മിസൈൽ ആക്രമണത്തെ തുടർന്ന് 2 ടാങ്കറുകളിലും വൻ തീപിടുത്തമുണ്ടാകുകയും കപ്പലുകൾക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽ പാതകളിലൊന്നായ ഇവിടെ കപ്പലിലെ ജീവനക്കാർ കൃത്യസമയത്ത് ഇടപെട്ട് തീയണച്ചതിനാൽ വലിയൊരു ദുരന്തം ഒഴിവാകുകയായിരുന്നു. ആക്രമണത്തെ ശക്തമായി അപലപിച്ച UAE അത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനമാണെന്ന് പറഞ്ഞു. സംഭവത്തോട് പ്രതികരിക്കാനുള്ള അവകാശം തങ്ങളിൽ നിക്ഷിപ്തമാണെന്നും തങ്ങളുടെ പരമാധികാരവും സുരക്ഷയും സമുദ്ര താൽപ്പര്യങ്ങളും സംരക്ഷിക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും പ്രതിരോധ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഏതൊരു ഭീഷണിയെയും നേരിടാനും പ്രാദേശിക സുസ്ഥിരതയെ തകർക്കുന്ന നടപടികൾക്ക് നിർണായകമായി മറുപടി നൽകാനും UAE പൂർണ്ണ സജ്ജമാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം ശക്തമാകുന്നതിനിടയിലാണ് ഗൾഫ് മേഖലയിൽ കടുത്ത ആശങ്ക സൃഷ്ടിച്ചുകൊണ്ട് പുതിയ ആക്രമണങ്ങൾ
നടന്നിരിക്കുന്നത്. പേർഷ്യൻ ഉൾക്കടലിനെയും അറബിക്കടലിനെയും ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ പാതയായ ഹോർമുസ് കടലിടുക്ക് വീണ്ടും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ പ്രധാന കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഇതിനിടെ ഒമാനിലെ കൽഹാത്തിൽ നിന്ന് ഏകദേശം 40 നോട്ടിക്കൽ മൈൽ വടക്ക് കിഴക്കായി സഞ്ചരിക്കുകയായിരുന്ന ഒരു ടാങ്കറിന് നേരെ തിരിച്ചറിയാത്ത വസ്തു പതിച്ചതായിട്ട് യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് ഏജൻസിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ആഘാതത്തിൽ കപ്പലിന്റെ സ്റ്റാർബോർഡ് ഭാഗത്തുള്ള എഞ്ചിൻ റൂമിന് കേടുപാടുകൾ സംഭവിച്ചതായും എന്നാൽ ജീവനക്കാരെല്ലാം സുരക്ഷിതരാണെന്നും ഏജൻസി അറിയിച്ചു. UK MTOയുടെ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത് UAEയുടെ ഈ 2 ടാങ്കറുകളിൽ ഒന്നിനെക്കുറിച്ചാണോ അതോ ഇത് മറ്റൊരു പ്രത്യേക ആക്രമണമാണോ എന്ന് വ്യക്തമായിട്ടില്ല. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള ശത്രുത പെട്ടെന്ന് വർദ്ധിച്ചതിന് ശേഷമാണ് പുതിയ ആക്രമണങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. തിങ്കളാഴ്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ ഷിപ്പിംഗിനുമേൽ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തിയതായി പ്രഖ്യാപിക്കുകയും ഇറാൻ കൂടുതൽ സൈനിക നടപടി നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. ഇതിന് മണിക്കൂറുകൾക്ക് ശേഷം ഇറാന്റെ തീരദേശ നിരീക്ഷണ സംവിധാനങ്ങൾ, ഡ്രോൺ അടിസ്ഥാന സൗകര്യങ്ങൾ, മിസൈൽ ശേഷികൾ എന്നിവ ലക്ഷ്യമിട്ട് US സേന തുടർച്ചയായി രാത്രിയിൽ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. എങ്കിലും ഈ തന്ത്രപ്രധാനമായ ജലപാതയിലേക്കുള്ള പ്രവേശനം നിർണ്ണയിക്കുന്നതിൽ അമേരിക്കയ്ക്ക് യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞ് ഇറാൻ ഈ നീക്കങ്ങളെ തള്ളി. കടലിടുക്കിന്റെ ഭാവി ബാഹ്യശക്തികൾക്ക് നിശ്ചയിക്കാൻ കഴിയില്ല എന്ന് ടെഹ്റാനിലെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. നിലവിലുള്ള ഈ സംഘർഷം ആഗോള ഊർജ്ജ വിപണിയെ വല്ലാതെ ഉലയ്ക്കുകയും സമുദ്ര സുരക്ഷയെക്കുറിച്ച് വലിയ ആശങ്കകൾ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ വർഷം ആദ്യം സംഘർഷം പൊട്ടിപ്പുറപ്പെടുന്നതിന് മുൻപ് ലോകത്തിലെ സമുദ്രം വഴിയുള്ള എണ്ണ വാതക വ്യാപാരത്തിന്റെ 1/5 ദിവസേന കടന്നുപോയിരുന്നത് ഹോർമുസ് കടലിടുക്കിലൂടെയായിരുന്നു. ഇത് ഈ പാതയെ ലോകത്തിന്റെ ഏറ്റവും നിർണായകമായ ഊർജ്ജ റൂട്ടുകളിൽ ഒന്നാക്കി മാറ്റുന്നു. അവിടം അടഞ്ഞുകിടക്കുന്നത് ലോകത്തെ തന്നെ ബാധിക്കുന്ന വിഷയമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.